നമസ്കാരം, സ്വാഗതം ഏവർക്കും ഒരിക്കൽ കൂടി. കീം എക്സാമിനേഷനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ ഇന്ന് പങ്കുവയ്ക്കാം. കീം എന്നത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കലിൻ്റെ ചുരുക്കരൂപമാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി NTA ആണ് പല എക്സാമിനേഷൻസും നടത്തുന്നത്. അതുപോലെ കേരള ഗവൺമെൻറ്റിന് വേണ്ടി എക്സാമിനേഷൻസും അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട എക്സാമിനേഷൻസും അതുപോലെ തന്നെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും അഡ്മിഷൻ പ്രോസസ്സ് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിലെ കമ്മീഷണറേറ്റ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷനാണ്. ആ കമ്മീഷണറേറ്റ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന 2 വ്യത്യസ്ത പരീക്ഷകൾ ഉൾപ്പെടുന്നതാണ് കീം. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ. 2 വ്യത്യസ്ത പരീക്ഷകൾ എന്ന് പറഞ്ഞത് കീം എക്സാമിനേഷൻ എന്നതിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് എഴുതേണ്ട 2 വ്യത്യസ്തമായ പരീക്ഷകളാണ്. ആ പരീക്ഷകളാണ് CEE നടത്തുന്നത്. ബാക്കിയുള്ളതെല്ലാം മറ്റു പരീക്ഷകളാണ്. മറ്റ് പരീക്ഷകൾ എഴുതിയതിന് ശേഷം അതിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. മാർച്ച് 10 വരെയാണ് ഓൺലൈൻ രജിസ്ട്രേഷന് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം വേണ്ടപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മാർച്ച് 15 വരെ സമയമുണ്ട്. ഇനി കേരളത്തിലെ ഈ കീം എക്സാമിനേഷൻ എന്തിനൊക്കെ വേണ്ടി ഉള്ളതാണ്? ആദ്യമേ പറഞ്ഞത് മാതിരി കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ. മെഡിക്കൽ എന്നത് മെഡിക്കൽ ആൻഡ് അലൈഡ് ആണ്. കൂടാതെ ഒപ്പമുള്ളത് ഫാർമസി കൂടിയാണ്. ഫാർമസി B.Pharm കോഴ്സിന് വേണ്ടി മാത്രമാണ്. നമുക്ക് ഫാർമസി പല രീതിയിലുണ്ട്. D.Pharm ഉണ്ട്, B.Pharm ഉണ്ട്, PharmD ഉണ്ട്. ഇതിൽ B.Pharm കോഴ്സിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ കീമിൽ B.Pharmന് വേണ്ടി മാത്രം എക്സാമിനേഷൻ ഉണ്ട്. ഇത്തവണ എക്സാമിനേഷൻ നടത്തുന്നത് ഏപ്രിൽ 22 തൊട്ട് 30 വരെയുള്ള സമയങ്ങളിലാണ്. ഇതിൽ 24, 25, 26, 27, 28 ഈ ദിവസങ്ങളിലാണ് പരീക്ഷ നടത്തുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾ ബഫർ ഡേയ്സ് ആയിട്ടാണ് കണക്കൂട്ടുന്നത്. ആ ദിവസങ്ങളിൽ എക്സാമിനേഷൻ ഉണ്ടാകില്ല. ഒരു സെഷൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അത് വർഷങ്ങളിലൊക്കെ 2 പേപ്പേഴ്സാണ് ഉണ്ടായിരുന്നതെങ്കിൽ, അതായത് മാത്തമാറ്റിക്സിന് ഒരു സെപ്പറേറ്റ് പേപ്പറും ഫിസിക്സ് കെമിസ്ട്രി സെപ്പറേറ്റ് പേപ്പർ ആയിരുന്നു എങ്കിൽ, ഇപ്പോൾ നടത്തുന്നത് കമ്പൈൻഡ് ആയിട്ട് ഒറ്റ പേപ്പറാണ്. അതായത് ഒരു സെഷനിൽ ഒരു പേപ്പർ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതിൽ മാത്തമാറ്റിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. മറ്റൊരു പ്രത്യേകത, ഇത്തവണ B.Pharmന് അല്ലെങ്കിൽ ഫാർമസിക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് സെപ്പറേറ്റ് എക്സാമിനേഷനാണ്. നേരത്തെയൊക്കെ ഒരേ എക്സാമിനേഷനാണ്. അതിൽ സബ്ജക്റ്റുകൾ അതിനനുസരിച്ച് ഒരു കുട്ടി ഏത് സ്ട്രീമിനാണോ ഓപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് സബ്ജക്റ്റുകളുടെ സ്കോറാണ് കണക്ക് കൂട്ടുകയിരുന്നത്. എങ്കിൽ ഇപ്പോൾ 2 പരീക്ഷകൾ വ്യത്യസ്തമായിട്ട് എഴുതേണ്ടി വരും. ഏതെല്ലാം കോഴ്സുകൾക്ക് ഉള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് കേരള ഗവൺമെൻറ്റിൻ്റെ CEE എന്ന ഏജൻസി എക്സാമിനേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി ഒന്നുകൂടി ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. കേരളത്തിലെ 6 വ്യത്യസ്തമായിട്ടുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ആർക്കിടെക്ചറിന് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ അലൈഡ് കോഴ്സുകൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. മറ്റൊന്ന് ഫാർമസിക്ക് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. മെഡിക്കൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ എന്നത് MBBS, BDS, BAMS, BHMS, BUMS, BSMS ഇവയാണ് മെഡിക്കൽ കോഴ്സുകൾ. പിന്നെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളാണ്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നത് ഫിഷറീസ് ഉണ്ട്, BSc ഫിഷറീസ് ഉണ്ട്, അതുപോലെ തന്നെ BVSc ആൻഡ് AH അതായത് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി. പിന്നെ കാർഷിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന ഓണേഴ്സ് ബിരുദങ്ങളായിട്ടുള്ള BSc അഗ്രികൾച്ചർ, BSc ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ, BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, പിന്നെ B.Tech ബയോടെക്നോളജി, കൂടാതെ BSc ഫോറസ്ട്രി. ഇവയാണ് അലൈഡ് കോഴ്സുകൾ. അപ്പോൾ ഈ ഓരോ കോഴ്സുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇതിൽ അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അതിന് കിട്ടേണ്ട മാർക്കിന് വ്യത്യാസമുണ്ട്. അതേസമയം മെഡിക്കൽ കോഴ്സുകൾക്ക് കിട്ടേണ്ട മാർക്കിന് വ്യത്യാസമുണ്ട്. ഈ B.Pharmനാണെങ്കിലും ഇതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. ഓരോ കോഴ്സുകൾക്കും അതിനനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ ഏത് കോഴ്സാണോ ചേരുന്നത്, അലൈഡ് കോഴ്സുകൾക്ക് ഏതിനൊക്കെയാണോ ചേരുന്നത് അതിനനുസരിച്ചുള്ള ഡിഗ്രി നൽകുന്നത് ഒന്നുകിൽ കേരള ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, എഞ്ചിനീയറിംഗ് വേറെയാണ് വരുന്നത്. അപ്പം എഞ്ചിനീയറിംഗിനാണെങ്കിൽ
കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആയിരിക്കും നൽകുന്നത്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. പിന്നെ ക്വിഫോസ് നൽകുന്ന ഡിഗ്രി. അങ്ങനെ വ്യത്യസ്തമായ കോഴ്സുകൾക്ക് വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളാണ് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡിഗ്രി നൽകുന്നത്. കേരള ഗവൺമെൻറ് നടത്തുന്ന കീം എക്സാമിനേഷൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ അതിന് സെൻറ്റേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഡൽഹി, മുംബൈ, ദുബായ്, പിന്നെ കൂടുതൽ വരാവുന്ന ബംഗളൂരു വരാം, ഹൈദരാബാദ് വരാം, ബെഹ്റിൻ വരാം. ഇതിനൊക്കെ സാധ്യതകളുണ്ട്. എന്തായാലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇനി പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും 3 സബ്ജക്റ്റ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റ്, ഇതിൽ 3 സബ്ജക്റ്റിലും മാത്തമാറ്റിക്സും ഫിസിക്സും ഉറപ്പായിട്ട് വേണം. ഇനി അതല്ലാതെ വരാവുന്നത് കെമിസ്ട്രി ഓപ്ഷണലായിട്ട് എടുക്കാം. കെമിസ്ട്രി ഇല്ലാത്തവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ആകാം, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോടെക്നോളജി ആകാം, ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോളജിയും ആകാം. ഓരോ സബ്ജക്റ്റിൽ നിന്നും ഒരേ അനുപാതത്തിലുള്ള ക്വസ്റ്റ്യൻ, ഒരേ നമ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മാത്തമാറ്റിക്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മാത്തമാറ്റിക്സിൽ 75 ക്വസ്റ്റ്യൻസും, ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ്, ഈ ഒരു അനുപാതത്തിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ആകെയുള്ള ക്വസ്റ്റ്യൻസ് 150 ക്വസ്റ്റ്യൻസ് ആണ്. 150 ക്വസ്റ്റ്യൻസിൽ 180 മിനിറ്റ്, അതായത് 3 മണിക്കൂറാണ് പരീക്ഷാ സമയം. ഈ 3 മണിക്കൂറിനുള്ളിലാണ് പരീക്ഷ എഴുതേണ്ടത്. ഇത് ഫാർമസിയുടെ എക്സാമിനേഷൻ വരുമ്പോൾ ഫാർമസിക്ക് കണക്ക് കൂട്ടുന്നത് ഫിസിക്സും കെമിസ്ട്രിയുമാണ്. ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫാർമസിക്ക് ഉണ്ടാക്കുക. മൊത്തം ഉണ്ടാകുക 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 90 മിനിറ്റ് എക്സാമിനേഷൻ. 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ, അതായത് 1.5 മണിക്കൂറാണ് എക്സാമിനേഷൻ. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. രണ്ടാണെങ്കിലും, ഇപ്പം എഞ്ചിനീയറിംഗിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഫാർമസിയുടെ ആണെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നീറ്റ് എക്സാമിനേഷൻ ആണെങ്കിൽ ഓരോ ക്വസ്റ്റിനും 4 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അതേസമയം കീം എക്സാമിനേഷന് ഒരു ക്വസ്റ്റിന് 5 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 5 ഓപ്ഷൻസിൽ അതുപോലെ തന്നെ സമയ വ്യത്യാസമുണ്ട്. അപ്പം 150 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ 180 മിനിറ്റാണ് നൽകുന്നത്. നീറ്റ് എക്സാമിനേഷൻ ആണെങ്കിൽ 180 ക്വസ്റ്റ്യൻസിന് 180 മിനിറ്റാണ് കിട്ടുന്നത്. അതായത് ഒരു ക്വസ്റ്റിന് 1 മിനിറ്റാണ് എങ്കിൽ ഇവിടെ 1 മിനിറ്റിൽ കൂടുതൽ കിട്ടും. പക്ഷെ മാർക്ക് കീം എക്സാമിനേഷൻ്റെ ഇപ്പം ഫാർമസിയുടെ ആണെങ്കിലും എഞ്ചിനീയറിംഗിൻ്റെ ആണെങ്കിലും മാർക്ക് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റിന് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിലും ശരി ഉത്തരത്തിന് 4 മാർക്കും 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകുകയും ചെയ്യും. ഇതാണ് പരീക്ഷയുടെ ഒരു പൊതുവെയുള്ള ഘടന. +1-ൻ്റെയും +2-ൻ്റെയും സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ എത്ര മാർക്ക് കിട്ടിയിരിക്കണം എന്നുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിക്കുന്നത്. അതായത് ഇപ്പം സാധാരണയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗിനാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ വിഷയങ്ങളിൽ ഓരോ വിഷയത്തിന് 100 മാർക്കിലേക്ക് നോർമലൈസ് ചെയ്യും. ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്ക് കൂടി കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റ് UG ആണെങ്കിൽ ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഫൈനൽ റാങ്ക് പ്രിപ്പറേഷന് ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യുന്നില്ല. അത് നീറ്റ് സ്കോറിനെ മാത്രം, BAMS ഒഴിച്ച് ഉള്ളവയ്ക്ക് നീറ്റ് സ്കോറിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ കേരള എഞ്ചിനീയറിംഗിൻ്റെ, അതായത് കീം എക്സാമിനേഷനിൽ ബോർഡ് എക്സാമിനേഷൻ്റെ ഏതെല്ലാം സബ്ജക്റ്റിലാണ് എക്സാമിനേഷൻ നടത്തുന്നത് ആ സബ്ജക്റ്റിൻ്റെ മാർക്കുകൾ 100ലേക്ക് മാറ്റുന്നു. ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്ക് 100ലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ 3 എണ്ണത്തിൽ 300 മാർക്കും അതുപോലെ തന്നെ കീം എക്സാമിനേഷന് കിട്ടിയ മാർക്ക് അത് 300ലേക്ക് മാറ്റുകയും രണ്ടും കൂടി നോർമലൈസ് ചെയ്ത് 600-ലായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഇതിനകത്ത് എഞ്ചിനീയറിങ്ങിനെ പഠിക്കാനുള്ള യോഗ്യത നേടണമെങ്കിൽ കീം എക്സാമിനേഷനിൽ ഏറ്റവും ചുരുങ്ങിയത് 10 മാർക്കെങ്കിലും നേടിയിരിക്കണം. അതേസമയം പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ ഈ ഒരു നിബന്ധനയില്ല. പക്ഷെ അവർ ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്തിരിക്കണം. അത് ജനറലി അങ്ങനെയാണ് അവർക്ക് ഈ കീം. ഇപ്പോൾ ഫാർമസി ആണെങ്കിൽ ഇത് തന്നെയാണ് പറയുന്നത്. പട്ടിക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ ഉള്ളത്. അപ്പം കീം എക്സാമിനേഷന് ഈ പറഞ്ഞ 600-ലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഫാർമസിയാണ് ആഗ്രഹിക്കുന്നതിൽ അവരെ സംബന്ധിച്ച് ഫിസിക്സും കെമിസ്ട്രിയുടെ മാർക്കാണ് നോർമലൈസ് ചെയ്യുക. ആ 2 സബ്ജക്റ്റിൻ്റെ മാർക്ക് ബോർഡ് എക്സാമിനേഷൻ കിട്ടിയ മാർക്കും കൂടി പരിഗണിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇനി BARക്കാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ BARക്കിന് പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സും ഫിസിക്സുമാണ്. ഈ മാത്തമാറ്റിക്സും ഫിസിക്സിൻ്റെയും രണ്ടിൻ്റെയും ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്ക് 200-ഉം അതുപോലെ തന്നെ നാറ്റ എക്സാമിനേഷന് 200 മാർക്കും, അങ്ങനെ 400 മാർക്കിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നാറ്റ പരീക്ഷ എഴുതുന്നവർക്ക് മാത്തമാറ്റിക്സ് ഉൾപ്പെടുത്തി 10+3 സ്കീമിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് നാറ്റ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്തമാറ്റിക്സ് കമ്പൽസറിയാണ്. ഇനി മറ്റൊരു കാര്യം BUMS ആണ്. UG നീറ്റ് എക്സാമിനേഷന് BUMS ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ ഉറുദു ഭാഷ പഠിച്ചിരിക്കണം.
ഒന്നുകിൽ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ 12ാം ക്ലാസ് ആ പഠന കാലയളവിൽ ഉറുദു ഭാഷ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ അവർ പിന്നീട് അത് പഠിക്കേണ്ടതായിട്ട് വരും. ഉറുദു മാത്രമല്ല, അതോടൊപ്പം അറബിക്കും പേർഷ്യനും ഇതിലേതെങ്കിലും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി BSMS ആണെങ്കിൽ ഇതുപോലെ തന്നെ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ തമിഴ് പഠിച്ചിരിക്കണം. ഇനി BAMS ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് പ്രത്യേകം BAMSന് വേണ്ടത് നീറ്റ് പരീക്ഷയാണ്. നീറ്റ് പരീക്ഷയുടെ ഒപ്പം തന്നെ അവർക്ക് സംസ്കൃതം അവർ പഠിച്ചിട്ടുണ്ടില്ല. സംസ്കൃതം പഠിച്ചവർക്ക് 8 മാർക്കിൻ്റെ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക റാങ്ക് ലിസ്റ്റ് ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കുക. അപ്ലൈ ചെയ്യാവുന്നത് +2 കഴിഞ്ഞവർക്ക് മാത്രമല്ല, ഒരു സബ്ജക്റ്റ് മേജറായിട്ട് പഠിക്കുകയും മറ്റ് സബ്ജക്റ്റുകൾ സബ്സിഡിയറി ആയിട്ടുള്ള സബ്ജക്റ്റായിട്ട് പഠിക്കുകയും ചെയ്യുന്നവർക്കും ഇതുപോലെ തന്നെ ഡിഗ്രിക്ക് ശേഷം അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ബോർഡ് എക്സാമിനേഷന് വേണ്ട മാർക്ക് നിബന്ധന ഏറ്റവും ചുരുങ്ങിയത് 50 മാർക്കാണ് വേണ്ടത്. അത് എഞ്ചിനീയറിംഗുകാർക്കാണെങ്കിൽ 45% മതി. അതേസമയം മറ്റ് സംവരണ വിഭാഗത്തിൽപ്പെടുന്നവർക്ക്, വ്യത്യസ്ത കാറ്റഗറികളിലെ സംവരണ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അതിനനുസരിച്ച് മാർക്കിൽ ഇളവ് നൽകിയിട്ടുണ്ട്. പൊതുവെ ജനറൽ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വേണ്ട മാർക്ക് 50% വേണ്ട മിനിമം മാർക്ക്. ഇപ്പം കീം എക്സാമിനേഷന് വേണ്ട മിനിമം സ്കോർ എത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. നീറ്റിനാണെങ്കിൽ 50th പെർസെൻറ്റേജിലാണ് നീറ്റ് ക്വാളിഫൈഡ് ആണ് എന്ന്. നീറ്റ് ക്വാളിഫൈഡ് ആണ് എങ്കിൽ ഇപ്പം മെഡിക്കൽ കോഴ്സുകളോ അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നീറ്റിന് കിട്ടേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് കട്ട് ഓഫ് മാർക്ക് 50th പെർസെൻറ്റേജിലാണ്. 50th പെർസെൻറ്റേജിൽ 50ാമത്തെ പെർസെൻറ്റേജിൽ കിട്ടിയാലാണ് അവർ നീറ്റ് ക്വാളിഫൈഡ് ആണ്. അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കണമെങ്കിൽ അതിനുള്ള അർഹത ഉണ്ടായിരിക്കുക. അതേസമയം മെഡിക്കൽ അലൈഡ് കോഴ്സുകളായിട്ടുള്ള മറ്റു കോഴ്സുകൾക്ക് മിനിമം യോഗ്യത, മിനിമം വേണ്ടത് 720 ആണ്. നീറ്റിൻ്റെ മൊത്തം മാർക്ക് എന്ന് പറയുന്നത് 720 ആണ്. 720ൽ 20 മാർക്ക് നേടിയാൽ അവർ എലിജിബിളായി. അതായത് അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് നേടേണ്ടത് 20 മാർക്കാണ്. അതേസമയം പട്ടിക വിഭാഗക്കാർക്കായിട്ടുള്ളവർക്ക് അങ്ങനെ ഒരു നിബന്ധന ഒട്ട് ഇല്ല താനും. സംവരണ വിഭാഗക്കാർക്ക് പൊതുവേ വേണ്ട മിനിമം മാർക്ക് 40%. അതേസമയം BVSCക്ക് ആണെങ്കിൽ 47.5% അവർക്ക് വേണ്ട മിനിമം. അതായത് അവരുടെ യോഗ്യതാ പരീക്ഷയിൽ +2 അതല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ മിനിമം വേണ്ട മാർക്ക് ഇപ്രകാരമാണ്. 40%, BVSCക്ക് ആണെങ്കിൽ 47.5. ഇനിയുള്ളത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനെ കുറിച്ചാണ്. രജിസ്ട്രേഷൻ ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മാർച്ച് 10 വരെയാണ് രജിസ്ട്രേഷൻ നടത്താനുള്ള സമയം. നീറ്റ് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ പരീക്ഷയ്ക്കും പ്രത്യേകമായിട്ട്, അതായത് ഏത് സ്ട്രീമാണോ, നമുക്കൊരു സ്ട്രീം കീം എക്സാമിനേഷന് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ വ്യത്യസ്തമായ സ്ട്രീമിലേക്ക് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. അതായത് എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ഓപ്ഷൻ എടുക്കാം, ഫാർമസി ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ഓപ്ഷൻ എടുക്കാം, അതല്ലെങ്കിൽ ഇതിന് രണ്ടിനും കൂടി എടുക്കാം. പിന്നെ ആർക്കിടെക്ചർ BArch പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ മെഡിക്കൽ ആണെങ്കിൽ അതിന് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പം 4 ഓപ്ഷൻസ് കൊടുക്കാം. അല്ലെങ്കിൽ ഏതൊക്കെയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഓപ്ഷൻസ് എടുക്കാം. അതിനനുസരിച്ച് ഫീസിൽ വ്യത്യാസമുണ്ടാകും. ഏത് സ്ട്രീമാണോ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതിന് അതിനനുസരിച്ച് ഫീസിൽ വ്യത്യാസമുണ്ടാകും. ഫീസ് എത്രയാണോ വരുന്നത്, ഇപ്പം സംവരണ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ, അതായത് പട്ടികജാതിക്കാർക്കാണെങ്കിൽ നേരെ പകുതി എത്രയാണോ ജനറൽ വിഭാഗത്തിന് അടയ്ക്കേണ്ട ഫീസ് അതിൻ്റെ നേർപകുതി അടച്ചാൽ മതി. പട്ടിക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ഫീസിൻ്റെ പൊതുവെയുള്ള സ്ട്രക്ചർ ഇങ്ങനെയാണ്. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി ഏതെങ്കിലും ഒരെണ്ണത്തിനാണെങ്കിൽ 875 രൂപയാണ്. ഇത് രണ്ടും കൂടിയാണെങ്കിൽ 1125 രൂപയാണ് അടയ്ക്കേണ്ടത് ജനറൽ വിഭാഗത്തിന്. ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് ഇതിന് 625 രൂപ. ഇനി ഇത് കൂടാതെ കോമ്പിനേഷനായിട്ട് അടയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഫീസിൽ വ്യത്യാസമുണ്ട്. എഞ്ചിനീയറിംഗും ആർക്കിടെക്ചറും മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് ആണെങ്കിൽ 1125 രൂപയാണ്. അതേസമയം എഞ്ചിനീയറിംഗും ഫാർമസിയും അതിനോടൊപ്പം തന്നെ ആർക്കിടെക്ചറും മെഡിക്കൽ, അതായത് 3 കോമ്പിനേഷനും കൂടി എടുക്കുകയാണെങ്കിൽ അതിന് മൊത്തം അടയ്ക്കേണ്ട ഫീസ് 1300 രൂപയാണ്. അപ്പോൾ ഇത് ഏത് കോമ്പിനേഷനാണോ എങ്ങനെയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അതിന് നേർ പകുതിയോളം ഫീസാണ് പട്ടികജാതി വിഭാഗക്കാർ അടയ്ക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുമാതിരി പട്ടിക വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് അടയ്ക്കേണ്ടതും ഇല്ല. രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ. ആ ലിങ്ക് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒരു മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ID വേണം. ഇമെയിൽ ID വെച്ചിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഈ ഇമെയിൽ ID സ്വന്തം ഇമെയിൽ ID ആകാം, അല്ലെങ്കിൽ രക്ഷിതാവിൻ്റേതാകാം. മൊബൈലും അതുപോലെ തന്നെ രക്ഷിതാവിൻ്റേതാകാം. ഫോട്ടോ കൂടെ ഒരു ഫോട്ടോ വേണം. പിന്നെ
ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ നേറ്റിവിറ്റി കാണിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ നേറ്റിവിറ്റി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നതാണെങ്കിൽ അതിന് കാണിക്കേണ്ട സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. 10ാം തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും 15ാം തീയതിക്കുള്ളിൽ ഈ വക രേഖകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യണം. പ്രത്യേകം ഓർക്കുക, വിദേശത്ത് എക്സാമിനേഷൻ സെൻ്ററായിട്ട് എടുക്കുന്നവർ അവരുടെ ഫീസിൽ വ്യത്യാസമുണ്ട്. ആ ഫീസ് വളരെ ഹൈ ആണ്, അപ്പോൾ അത് അടയ്ക്കേണ്ടി വരും. ആദ്യം പറഞ്ഞ ഫീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ടാണ്. ഇവിടെ ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 3 കാറ്റഗറീസാണ് പൊതുവെ കൺസിഡർ ചെയ്യപ്പെടുന്നത്. കേരളീയൻ, അതുപോലെ കേരളീയേതരൻ. കേരളീയേതരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് ഉള്ളവരെയാണ് കേരളീയേതരൻ എന്ന് പറയുന്നത്. 1ഉം 2ഉം കാറ്റഗറി ഉണ്ട്. കേരളീയൻ എന്ന് പറയുന്നത് കേരളത്തിൽ ജനിച്ച് വളർന്നവരായിരിക്കണം. അതുപോലെ തന്നെ കേരളത്തിൽ ഒന്നുകിൽ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നുകിൽ വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ SSLC ബുക്കോ ഏതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കേരളീയ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് വരുന്നതും അതിനനുസരിച്ച് കേരളത്തിൽ ബാധകമായിട്ടുള്ള എല്ലാ ഇളവുകളും ലഭിക്കുകയും ചെയ്യും. കേരളീയതരൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പറയുന്ന കേരളത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇളവുകളൊന്നും ലഭിക്കാനുള്ള അർഹതയുണ്ടാകില്ല. ഇതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് കേരളത്തിൽ നിന്ന് പുറത്തുള്ളവർ കേരളത്തിൽ നിശ്ചിത വർഷത്തേക്ക് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ അവരെയും കേരളീയർ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. പക്ഷേ അവരുടെ മക്കൾക്ക് ഒരിക്കലും ഈ കേരളീയർക്ക് ബാധകമായിട്ടുള്ള സംവരണ ഇളവുകളൊന്നും തന്നെ ലഭിക്കുകയില്ല. ഇപ്പോൾ കേരളീയേതരൻ 1 എന്ന കാറ്റഗറിയിൽ വരുന്നത് 1 മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചവരാകാം, അല്ലെങ്കിൽ ഈ 12 ക്ലാസ് വരെയുള്ള പഠന കാലയളവിൽ മിനിമം 5 വർഷമെങ്കിലും കേരളത്തിൽ താമസിച്ചിട്ടുള്ളവരെയാണ് കേരളീയതരൻ 1 എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഭരണത്തിന് എപ്പോഴും സാധ്യതയുള്ളത് കേരളീയൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ കേരളത്തിൽ ജനിച്ച് വളർന്നവർ, ഏറ്റവും ചുരുങ്ങിയത് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ എങ്കിലും കേരളത്തിൽ ജനിച്ച് വളർന്നവരായിട്ടുള്ള കാറ്റഗറിയാണ് കേരളീയൻ എന്ന് പറയുന്നത്. അവർക്കാണ് പൊതുവെ ഏതെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏതെല്ലാം സംവരണങ്ങൾക്ക് സാധ്യതയുണ്ടോ അവർക്ക് സാധ്യതയുള്ളത് അത്തരത്തിലുള്ള കാറ്റഗറിയിൽ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തിനാണെങ്കിലും അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കൂടാതെ ഒന്നുകിൽ സർട്ടിഫിക്കറ്റ് SSLC അതുപോലെയുള്ള അഡ്രസ് പ്രൂഫ് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ തഹസിൽദാരോ നൽകുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയുമാണ് കീം എക്സാമിനേഷനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാത്തിൻ്റെയും രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും സമയം വൈകിക്കാതെ തന്നെ എല്ലാം ചെയ്യുക. മാർച്ച് 10 വരെ സമയമുണ്ട്. കൂടെ ആവശ്യത്തിന് പ്രാക്ടീസ് ചെയ്യുകയും വേണം. അതായത് ഒരു പരീക്ഷ വെറുതെ പോയി യാതൊരുവിധ ധാരണയുമില്ലാതെ പല കുട്ടികളും പരീക്ഷ എഴുതുന്നവരുണ്ട്. അപ്പം ഇതിനോടകമുള്ള അനുഭവം, അതായത് പല കുട്ടികളുമായിട്ട് നമ്മൾ അടുത്ത് ഇടപഴകി കുട്ടികൾക്ക് ക്ലാസ്സുകളൊക്കെ കൊടുക്കുമ്പോൾ ഉള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, പൊതുവെ ബോർഡ് എക്സാമിനേഷനൊക്കെ നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികൾ പലരും തന്നെ ഈ പറയുന്ന കോച്ചിങ്ങിന് വേണ്ടി ഈ പറയുന്ന 1 മാസത്തെ കോഴ്സുകൾ പലരും നടത്താറുണ്ട്. അതിനൊരു പരിശീലന കളരി ഉണ്ടാകാറുണ്ടല്ലോ, പലയിടത്തും നടത്താറുണ്ട്. അത്തരം സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും പലർക്കും പ്രത്യേകിച്ചൊന്നും വ്യക്തമായ ധാരണയില്ലാതെയാണ് ഈ കുട്ടികൾ വരുന്നത്. അതൊരു പക്ഷേ എന്തുകൊണ്ടാണ് എക്സാക്റ്റായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് അത്രത്തോളം ഗൗരവത്തോടു കൂടി എടുക്കാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരുടെ എല്ലാ താല്പര്യവും എല്ലാം പോകുന്നു. അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് മിനിമം ഒരു മാർക്കൊക്കെ നേടിച്ച് എവിടെയെങ്കിലും പോയി ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്ന ഇത്തരം ഒരു പ്രവണത പലപ്പോഴും കാണാറുണ്ട്. അത് ശരിയല്ല. നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവണം, അതിനു വേണ്ടിയിട്ടുള്ള ബുക്സ് വായിച്ച് പഠിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ട് പഠിക്കണം, ക്വസ്റ്റ്യൻസിന് എങ്ങനെയൊക്കെ ശരിയായ ഉത്തരം കണ്ട് എത്താൻ കഴിയണം. ഇതിനൊക്കെയുള്ള നമ്മൾ ഓരോ സമയത്ത് തന്നെ ബോർഡ് എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻ കൂടി നടന്നാൽ മാത്രമാണ് ഒരു വ്യക്തമായ ഒരു സ്കോർ നമുക്ക് കിട്ടുകയും അതിനനുസരിച്ച് ഒരു വിദ്യാർത്ഥി എന്താണോ പഠനം ആഗ്രഹിക്കുന്നത്, തുടർ പഠനം ഏത് മേഖലയിലാണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് അഡ്മിഷൻ തരപ്പെടുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ വെറുതെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ ഒരു ആപ്ലിക്കേഷൻ, എല്ലാവരും അയക്കുന്ന ആപ്ലിക്കേഷൻ ഞാനും അയക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ അയക്കുകയല്ല വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കൂടി നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടത്തി നല്ലൊരു ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കട്ടെ എന്നല്ല എല്ലാവരെയും ആശംസിക്കുന്നു. ആ ഒരു പ്രത്യാശയോടെ നിർത്തുന്നു. നമസ്കാരം.